ടാൻസാനിയയിൽ ലേക്ക് മന്യാറ നാഷണൽ പാർക്കിലെ മന്യാറ തടാകക്കരയിൽ നിൽക്കുകയാണ് ഞാൻ. അപൂർവം ടൂറിസ്റ്റുകൾ മാത്രമേ ഈ ഭാഗത്തെത്തിയിട്ടുള്ളൂ. അധികം സഞ്ചാരികളെത്താത്ത ഈ തീരത്തേക്ക് ഡ്രൈവറും ഗൈഡുമായ റെമി എന്നെ കൊണ്ടുവരികയായിരുന്നു. അപൂർവ ഇനത്തിൽപ്പെട്ട ചില പക്ഷികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാണ് റെമി എന്നെ നയിച്ചത്. ഇതാണ് അതിൽ ഒരിനം പക്ഷി, യെല്ലോ ബിൽഡ് സ്റ്റാർക്ക്. ആഫ്രിക്കൻ കൊറ്റിവർഗത്തിലെ ഒരു സവിശേഷ വിഭാഗമാണിത്. 1 മീറ്റർ വരെ ഉയരമുള്ള പക്ഷി. കടും മഞ്ഞ നിറത്തിലുള്ള വലിയ കൊക്കുകളാണ് യെല്ലോ ബിൽഡ് സ്റ്റാർക്കിന്റെ സവിശേഷത. മന്യാറ തടാകത്തിൽ ഇവ വന്നിറങ്ങുന്ന ഒരു ഭാഗം ഇതാണ്. ഇവിടെ തടാകത്തിന് അധികം ആഴമില്ലെന്ന് വ്യക്തം. ചെളിയിലും വെള്ളത്തിലും പരതി തീറ്റയകത്താക്കുകയാണ് സ്റ്റാർക്കുകൾ. കക്ക, വെള്ളത്തിൽ വളരുന്ന ചെറുജീവികൾ, മണ്ണിര, തവള, മത്സ്യങ്ങൾ എന്നിവയെല്ലാം ഇവയുടെ ആഹാരങ്ങളാണ്. മറ്റൊരു ഭാഗത്ത് പെലിക്കണുകളും ഫ്ലമിംഗോകളും പലയിനം കുറ്റികളുമെല്ലാമുണ്ട്. ആകാശത്ത് പെലിക്കൻ കൂട്ടങ്ങൾ. അനേകം പക്ഷികളുടെ ആവാസയിടമാണ് മന്യാറ തടാകതീരം. ഞാൻ ഷൂട്ടിങ്ങിൽ മുഴുകുമ്പോഴെല്ലാം എന്റെ ഡ്രൈവറും ഗൈഡുമായ റെമി വാട്സാപ്പിന്റെ ലോകത്താണ്. വണ്ടി ഓടിക്കാത്ത സമയത്തെല്ലാം റെമി വാട്സാപ്പിൽ മുഴുകിയിരിക്കുന്നത് കാണാം. ടൂറിസ്റ്റുകൾ കാഴ്ചകൾ കണ്ടും ഫോട്ടോ എടുത്തും പ്രകൃതിയുടെ വിസ്മയ ലോകത്തുകൂടി നടക്കുന്നു. ഞങ്ങളും മടങ്ങാൻ തീരുമാനിച്ചു. സന്ധ്യ കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളാണിത്. സന്ദർശകർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പിക്നിക് പോയിന്റ്. സന്ധ്യയാവുന്നതോടെ സന്ദർശകരെല്ലാം പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കണം. വർഷം തോറും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടെങ്കിലും പ്രകൃതിയെയും വന്യമൃഗങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസമാണ് ഇവിടെ നടക്കുന്നത്. വേറെയും സഫാരി വാഹനങ്ങൾ പിക്നിക് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദിവസവും 300 മുതൽ 500 വരെ വിദേശ സഞ്ചാരികൾ മന്യാറ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അങ്ങകലെ പിങ്ക് നിറത്തിൽ നിരന്നു നിൽക്കുന്നത് ഫ്ലമിംഗോകളാണെന്ന് റെമി പറഞ്ഞു. ആയിരക്കണക്കിന് ഫ്ലമിംഗോകൾ വസിക്കുന്നുണ്ട് മന്യാറ തടാകക്കരയിൽ. ഫ്ലമിംഗോ കൂട്ടങ്ങൾക്ക് മുകളിലൂടെ ഗ്രേറ്റ് വൈറ്റ് പെലിക്കനുകൾ പറന്നു നീങ്ങുന്നു. വനത്തിന് നടുവിലെ മൺപാതയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ജലസാന്നിധ്യമുള്ള വനമായതിനാൽ അതിവിപുലമായ പക്ഷിസമ്പത്തും മൃഗസമ്പത്തുമുണ്ട് മന്യാറ ലേക്ക് നാഷണൽ പാർക്കിൽ. യാത്രക്കിടെ റെമി ഒരിടത്ത് വണ്ടി നിർത്തി. ഇവിടെ ഒരു പറ്റം മാനുകളുണ്ട്. ആഫ്രിക്കയിലെ തനതു മാൻവർഗമായ ഇംബാലകളാണിത്. വലിയ പേടിക്കാരാണിവർ. പല പ്രായത്തിലുള്ള മാനുകളുണ്ട് കൂട്ടത്തിൽ. ഇക്കാണുന്നതെല്ലാം പേടമാനുകളാണ്. ഇവർക്കൊപ്പം ഒരു ആൺമാൻ മാത്രമേ സംഘത്തിലുണ്ടാവൂ എന്നതാണ് കൗതുകകരമായ കാര്യം. കാടിന്റെ വലിയൊരു ഭാഗമാകെ തന്റെ അധീന മേഖലയാക്കി അവിടെ നിരവധിയായ പെൺമാനുകളുമൊത്ത് സംഘത്തലവൻ വാഴുന്നു. ഈ സംഘത്തിലും ഏറ്റവും ഇടതുവശത്തായി പിരിയൻ കൊമ്പുമായി ആ തലവനെ കാണാം. എപ്പോഴും നാലുപാടും ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കാണാം. ജലാശയത്തോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇംബാലകൾ. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളുള്ള പ്രദേശങ്ങൾ ഇവർ ഒഴിവാക്കുകയാണ് പതിവ്. സിംഹം, പുലി, ചീറ്റ തുടങ്ങിയവ ഇവർക്ക് വലിയ ഭീഷണിയാണ്. അതിനാൽ അത്തരം വേട്ടക്കാരുടെ സാന്നിധ്യം പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന വെളിംപ്രദേശങ്ങളിലാണ് ഇവർ കൂടുതലായും മേഞ്ഞു നടക്കുക. ചെറിയൊരു ശബ്ദം കേട്ടപ്പോഴേക്കും എല്ലാവരും ചിതറിയോടുന്നു. ഇതിവരുടെ സഹജ സ്വഭാവമാണ്. 60ഓളം ഇംബാലകളുടെ സംഘത്തെയാണ് ഒരു ആൺ ഇംബാല നയിക്കുന്നത്. ഇത്തരത്തിൽ 100ഉം 120ഉം അംഗങ്ങളുള്ള സംഘത്തെ വരെ ഒരു ആൺ ഇംബാല നയിക്കാറുണ്ട്. 200 മുതൽ 400 വരെ ഏക്കറുകൾ വരുന്ന പ്രദേശം ആൺ ഇംബാല തന്റെ അധീന മേഖലയാക്കി വയ്ക്കും. അത്തരം പ്രദേശത്തേക്ക് മറ്റൊരു ഇംബാല സംഘം കടന്നുവരുന്നത് ആണുങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കാരണമാവുന്നു. വീണ്ടും മുന്നോട്ടു പോകുമ്പോൾ വഴിയിൽ കുറെ ബബൂണുകളെ കാണാം. ആഫ്രിക്കൻ ഓൾഡ് വേൾഡ് മങ്കി ഗണത്തിൽപ്പെടുന്ന ബബൂണുകൾ.
മന്യാറ നാഷണൽ പാർക്കിൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് വാനരന്മാരുണ്ട്. സംഘത്തിലെ ഒരാളുടെ ഒരു കാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദിവസത്തിൽ ഏറെ സമയവും നിലത്ത് തന്നെ കഴിച്ചുകൂട്ടുന്ന വാനരവർഗമാണ് ബബൂണുകൾ. ഇടയ്ക്ക് ചില കാട്ടരുവികളെ മുറിച്ചു കടക്കുന്നു. ഇത്തരം അരുവികളെല്ലാം ചെന്നു ചേരുന്നത് മന്യാറ തടാകത്തിലാണ്. ഇവിടെ വനം മൈതാനക്കാടിന്റെ രൂപം വിട്ട് ട്രോപ്പിക്കൽ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. 2-3 ദിവസം ലേക്ക് മന്യാറ നാഷണൽ പാർക്കിൽ താമസിച്ച് പ്രകൃതിയെയും വന്യമൃഗങ്ങളെയും അടുത്തറിയാനെത്തുന്ന സഞ്ചാരികളുണ്ട്. ഇനിയും കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാതെ മന്യാറ നാഷണൽ പാർക്കിൽ നിന്നും പുറത്തു കടന്നാലോ എന്ന് റെമി എന്നോട് ചോദിച്ചു. ഇനിയും പാർക്കിലൂടെ ചുറ്റിക്കറങ്ങിയാൽ ഇതുവരെ കണ്ടതരം മൃഗങ്ങളെ വീണ്ടും കാണാമെന്നേയുള്ളൂ. ഞങ്ങൾ രാവിലെ തുടങ്ങിയ യാത്രയാണ്. അതിനാൽ ഇനി പുറത്തേക്ക് കടക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലേക്ക് മന്യാറ നാഷണൽ പാർക്കിന്റെ കവാടം കടന്ന് പുറത്തേക്കിറങ്ങി. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 11 മണിയോടെ നാഷണൽ പാർക്കിൽ പ്രവേശിച്ചിരുന്നു ഞങ്ങൾ. ഇനി കരാട്ടു എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടെയുള്ള ഒക്ടഗൺ ലോഡ്ജിൽ ഇന്നത്തെ താമസത്തിനായി മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറിന്റെ യാത്രയുണ്ട് കരാട്ടുവിലേക്ക്. വലിയൊരു മലനിരയുടെ താഴ്വാരത്താണ് ലേക്ക് മന്യാറ നാഷണൽ പാർക്ക്. താഴെ പച്ചപ്പോടെ കാണുന്ന ആ വിശാല പ്രദേശമാകെ നാഷണൽ പാർക്കിന്റെ ഭാഗം തന്നെയാണ്. അതിനുള്ളിലൂടെയാണ് ഈ സഫാരി വാഹനത്തിൽ ഇത്രയും നേരം ഞങ്ങൾ കറങ്ങി നടന്നത്. പ്രശസ്തമായ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ പ്രദേശമെല്ലാം. റിഫ്റ്റ് വാലിയുടെ തിട്ടയാണ് മുകളിൽ കാണുന്നത്. അത് കയറി വേണം ഞങ്ങൾക്ക് യാത്ര തുടരാൻ. ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന ഭൂമിയുടെ മഹാപിളർപ്പ് രൂപപ്പെട്ട സമയത്തു തന്നെയാണ് മന്യാറ തടാകവും രൂപം കൊണ്ടത്. ഏഷ്യയിൽ ലെബനോണിലെ ബെക്കാവാലിയിൽ നിന്ന് തുടങ്ങി തെക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ മൊസാംബിക് വരെ നീളുന്ന 6000 കിലോമീറ്റർ നീളമുള്ള പിളർപ്പാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി. അതിലെ ആഫ്രിക്കൻ ഭാഗം ലക്ഷക്കണക്കായ വന്യജീവികളുടെ ആവാസ മേഖലയാണ്. മലമുകളിൽ നിന്ന് കാണുമ്പോൾ പല ഭാവങ്ങളിലുള്ള വനവും മന്യാറ തടാകവുമെല്ലാം മനോഹരമായ ഒരു കാഴ്ചയാവുന്നു. ഈ മലയുടെ മുകളിൽ ഒരു എയർ സ്ട്രിപ്പുണ്ട്. ചെറുവിമാനങ്ങൾ വന്നിറങ്ങുന്ന ഒരിടം. ലേക്ക് മന്യാറ എയർപോർട്ട് എന്നാണ് ഔദ്യോഗികമായി അത് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ വാഹനം മലമുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയാണ് എയർ സ്ട്രിപ്പും മറ്റുമുള്ളത്. റെസ്റ്റോറന്റുകളും സുവനീർ കടകളുമെല്ലാം ഉണ്ട് ഇവിടെ. കാപ്പി കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ റെമി ഒരു കരകൗശല വസ്തു വിപണന കേന്ദ്രത്തിന് സമീപത്തെ റെസ്റ്റോറന്റിനടുത്തേക്കാണ് വണ്ടി വിട്ടത്. ഞാൻ ഇറങ്ങി ഹാൻഡിക്രാഫ്റ്റ് സെന്ററിലേക്ക് നടന്നു. ആഫ്രിക്കൻ ഗോത്രത്തനിമയുള്ള ശില്പങ്ങളും വാദ്യോപകരണങ്ങളും മറ്റ് കരകൗശല വസ്തുക്കളുമെല്ലാമാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത്. ഇതിനൊക്കെ ധാരാളം ആവശ്യക്കാരുമുണ്ട്. DHL, UPS തുടങ്ങിയ കമ്പനികൾ ഇവിടെ നിന്നും പാഴ്സൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ കേന്ദ്രത്തിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നം യാത്രികൻ ചുമന്നുകൊണ്ട് നടക്കേണ്ടതില്ല. അഡ്രസ് ഇവിടെ നൽകിയാൽ മതി. DHLO UPSO അത് വീട്ടിലെത്തിച്ചു തരും. വിപണന വസ്തുക്കൾ കൂടുതലായി ഷൂട്ട് ചെയ്യാൻ ജീവനക്കാർ എന്നെ അനുവദിച്ചില്ല. ഹാൻഡിക്രാഫ്റ്റ് സെന്ററിന് അനുബന്ധമായി പുല്ലുമേഞ്ഞ ഒരു ഷെഡുണ്ട്. മനോഹരമാണ് അതിന്റെ മേൽക്കൂരയുടെ നിർമ്മാണം. റെസ്റ്റോറന്റാണിത്. ഓരോ കാപ്പി കുടിച്ച് ഞങ്ങൾ വീണ്ടും വാഹനത്തിലേക്ക് കയറി. യാത്ര തുടരുകയാണ്. രാവിലെ അരൂഷിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണിത്. പൊടിശല്യമാണ് എന്നെ ആകെ വലച്ചുകളഞ്ഞ സംഗതി. ഇവിടെ നിന്നും ഇനി കരാട്ടു എന്ന സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ കൂടിയുണ്ട്. ടാൻസാനിയൻ ഗോത്രവർഗക്കാർ ചെറു സമൂഹങ്ങളായി വസിക്കുന്ന പ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഇതൊന്നും വനപ്രദേശമല്ല, കൃഷിയിടങ്ങളാണ് കൂടുതലും. തരിശുകിടക്കുന്ന വെളിമ്പറമ്പുകളും ഗ്രാമങ്ങളോടനുബന്ധിച്ചു കാണാം. കൃഷിയിടങ്ങൾക്കൊന്നും അടുക്കും ചിട്ടയുമില്ല. പലതരം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ടാൻസാനിയയിൽ ബീൻസ് കൃഷിക്ക് ഏറ്റവും പ്രസിദ്ധമാണ്
കരാട്ടു ഹൈലാൻഡ്സ്. എണ്ണയെടുക്കാനുള്ള സോയാബീൻസും അതിൽ ഉൾപ്പെടുന്നു. ചെറിയ തൊടികളിൽ ഓരോ കുടുംബത്തിന്റെ വീടുകൾ. മസായികളെപ്പോലെ ആളുകൾ ഒരുമിച്ച് വസിക്കുന്ന ഗ്രാമങ്ങളല്ല ഇവിടെ കാണുന്നത്. കൃഷിയാണ് ഈ മേഖലയിലെ ആളുകളുടെ ഉപജീവനമാർഗം. കാപ്പി, തേയില, പുകയില, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാന കൃഷികൾ. വാഴയും തുവരയുമെല്ലാമുണ്ട് കൃഷിയിടത്തിൽ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. റോട്ടിയ എന്ന സ്ഥലമാണിത്. കരാട്ടു ജില്ലയിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വാർഡാണ് റോട്ടിയ. വാർഡിന്റെ കേന്ദ്രസ്ഥാനം ഈ ടൗണാണ്. 20,000 ആളുകൾ വസിക്കുന്നുണ്ട് റോട്ടിയ വാർഡിൽ. ഒരു പെട്രോൾ പമ്പും ഏതാനും കടകളുമെല്ലാമുള്ള ചെറുപട്ടണം. പൊടിമണ്ണ് നിറഞ്ഞ പാതയോരങ്ങൾ. മെയിൻ റോഡ് മാത്രമേ ടാർ ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളതെല്ലാം മൺപാതകളാണ്. റോട്ടിയ കഴിയുന്നതോടെ ചെറിയൊരു ഇറക്കമായി. താഴ്വാരത്ത് കാണുന്നതെല്ലാം കൃഷിയിടങ്ങളാണ്. ബീൻസ് തന്നെയാണ് പ്രധാന കൃഷി. വലതുവശത്ത് അക്കാണുന്നതെല്ലാം ബീൻസ് പാടങ്ങൾ തന്നെ. ധാരാളം കാപ്പി, തേയിലത്തോട്ടങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് കരാട്ടു. ഞങ്ങളുടെ വാഹനം ഇപ്പോൾ കരാട്ടു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. സാമാന്യം വലിയൊരു പട്ടണമാണ് കരാട്ടു. എവിടെയും മണ്ണും പൊടിയുമാണെന്നതാണ് ടാൻസാനിയയിലെ ഇത്തരം പട്ടണങ്ങളുടെയെല്ലാം പ്രത്യേകത. ഗൊറൊങ്കൊറോ നാഷണൽ പാർക്ക് തുടങ്ങുന്നതിന് മുൻപുള്ള പ്രധാന പട്ടണം ഇതാണ്. പെട്രോളും അവശ്യവസ്തുക്കളും എല്ലാം ലഭിക്കുന്ന പട്ടണം. കുറേയേറെ ലോഡ്ജുകളും ഇവിടെയുണ്ട്. ലേക്ക് മന്യാറ നാഷണൽ പാർക്കിനും ഗൊറൊങ്കൊറോ ക്രേറ്ററിനുമിടയിലെ പ്രധാന പട്ടണം കരാട്ടുവാണ്. അതുകൊണ്ട് തന്നെ ആ 2 സ്ഥലങ്ങളിലേക്കും പോകുന്നവരുടെ താമസ കേന്ദ്രം ഇതാണ്. ടൂറിസത്തെയും നാഷണൽ പാർക്കുകളെയും ഉപജീവിച്ചു കഴിയുന്നവരാണ് കരാട്ടു പട്ടണത്തിലെ ആളുകളിൽ കൂടുതലും. 18,000-ഓളമാണ് കരാട്ടുവിലെ ജനസംഖ്യ. അരൂഷ കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കാണുന്ന ഏറ്റവും വലിയ പട്ടണമാണ് കരാട്ടു. 2 ലക്ഷത്തോളം ജനസംഖ്യയുള്ള കരാട്ടു ജില്ലയിലെ പ്രധാന പട്ടണവും ഇതുതന്നെയാണ്. ഇത്തരം ഉൾനാടൻ പട്ടണങ്ങളിലൊന്നും ബഹുനില മന്ദിരങ്ങൾ കാണില്ല. മണ്ണിന്റെ നിറമുള്ളതും തകരം മേഞ്ഞതുമായ ഒറ്റനില കെട്ടിടങ്ങൾ. കരാട്ടു വാർഡിന്റെയും ജില്ലയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് സെന്ററാണ് ഇത്. ഗവൺമെന്റ് ഓഫീസുകളും 2 വിദ്യാലയങ്ങളും പോലീസ് സ്റ്റേഷനും ആരോഗ്യ കേന്ദ്രവുമെല്ലാം ഇവിടെയുണ്ട്. റിസോർട്ടുകളുടെ ഒരു പ്രദേശമാണ് കരാട്ടു. ഇവിടെ പാതയോരത്ത് അത്തരം റിസോർട്ടുകളും ഹോട്ടലുകളുമൊന്നും കാണുന്നില്ലെന്നേയുള്ളൂ. വാഹനം മെയിൻ റോഡിൽ നിന്നും ഒരു മൺ റോഡിലേക്ക് തിരിഞ്ഞു. ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഒക്ടഗൺ ലോഡ്ജ് കരാട്ടു പട്ടണത്തിൽ നിന്നും 2 കിലോമീറ്ററോളം ഉള്ളിലാണ്. മെയിൻ റോഡ് വിട്ടാൽ പിന്നെ ഇത്തരം പാതകളേയുള്ളൂ. പൊടി പറക്കുന്ന മൺപാതകൾ. വഴിയിൽ കാണുന്നതെല്ലാം ടൂറിസ്റ്റുകളാണ്. എന്റെ ഡ്രൈവർ റെമിക്കും ഒക്ടഗൺ ലോഡ്ജ് എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. ഞാൻ ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്തതാണ് മുറി. ആഫ്രിക്കയിലെ ഉൾഗ്രാമത്തിലുള്ള താമസത്തിന്റെ അനുഭവം ലഭിക്കുന്നതിനാണ് ഞാൻ അത്തരമൊരു വാസകേന്ദ്രം തന്നെ തിരഞ്ഞെടുത്തത്. വഴിയരികിലെ ബോർഡിൽ വലത്തോട്ട് തിരിഞ്ഞാൽ ഒക്ടഗണിലെത്തുമെന്ന് കണ്ടു. ഒരു 1/4 നൂറ്റാണ്ട് മുൻപെങ്കിലും കേരളത്തിലുണ്ടായിരുന്ന തരം ഗ്രാമീണ ജീവിതമാണ് ഇവിടെ കാണുന്നത്. വണ്ടിക്കൊപ്പം ഓടുന്ന കുട്ടികൾ, പ്ലാസ്റ്റർ ചെയ്യാത്ത വീടുകൾ. തനി ആഫ്രിക്കൻ ഗ്രാമക്കാഴ്ചയിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത്യാവശ്യം വികസനമെത്തിയിരിക്കുന്നു എന്ന് പറയാവുന്ന ടാൻസാനിയയുടെ 2016-ലെ ഗ്രാമക്കാഴ്ച. ടാർ ചെയ്യാത്ത റോഡുകൾ, വേലിപ്പടർപ്പുകൾ. ഇതാണ് ഒക്ടഗൺ ലോഡ്ജിന്റെ ഗേറ്റ്. ഇവിടെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. വാഹനത്തിന്റെ ഹോണടിച്ചപ്പോഴേക്കും ഒരു മസായി കാവൽക്കാരനെത്തി. ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. പകൽ സമയത്ത് ഒരു റിസോർട്ടിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടണമെങ്കിൽ ഇവിടുത്തെ സുരക്ഷാ പ്രശ്നം എത്രയായിരിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്.
കഴിഞ്ഞ ദിവസം ഇമ്മാനുവേൽ എന്ന ഡ്രൈവർ സുരക്ഷയെക്കുറിച്ച് എനിക്ക് തന്ന ഉപദേശങ്ങൾ ഞാൻ ഓർത്തു. റിസോർട്ട് മുറ്റത്ത് വണ്ടി കൊണ്ടുചെന്ന് പാർക്ക് ചെയ്തു. ഇനി നാളെ രാവിലെയെ യാത്ര തുടരുന്നുള്ളൂ. സമയം 5:30 ആയിട്ടുണ്ട്. എങ്കിലും വളരെ നേരത്തെയാണ് ഒക്ടഗൺ ലോഡ്ജിലെത്തിയതെന്ന് എനിക്ക് തോന്നി. ക്യാമറയുമായി കരാട്ടു പട്ടണത്തിലൂടെ ഒന്ന് നടക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. റെമി അതിൽ നിന്നും പിന്തിരിപ്പിച്ചിരിക്കുകയാണ്. സുരക്ഷിതമായ ഒരു നടപ്പാകില്ല അതെന്നതാണ് ഒരു കാര്യം. ഇതാണ് ഒക്ടഗൺ ലോഡ്ജിന്റെ റിസപ്ഷൻ ഏരിയ. ലോകത്തെവിടെയായാലും സഫാരി ലോഡ്ജുകൾ ഇങ്ങനെയായിരിക്കും. ഈ ചുറ്റുപാടുകളെല്ലാം കണ്ടിട്ട് ഇത് തീരെ നിരക്കു കുറഞ്ഞ താമസ കേന്ദ്രമാണെന്ന് ധരിക്കേണ്ടതില്ല. 6100 രൂപയാണ് ഒരു രാത്രിക്ക് ഇവിടെ മുറിയുടെ വാടക. സഫാരി ലോഡ്ജുകളുടെ തെല്ലൊരു പഴമയുള്ള രൂപഭാവങ്ങൾ തന്നെയാണ് അതിന്റെ ആകർഷണം. വളരെ കുറച്ച് ജീവനക്കാരേ ഉള്ളൂ. ധാരാളം ടൂറിസ്റ്റുകൾ എത്താറുള്ള ഒരു ലോഡ്ജ് തന്നെയാണ് ഇത്. മുറിയിലേക്ക് നടക്കുകയാണ്. ഒരു ജീവനക്കാരൻ മുന്നിൽ എന്റെ ബാഗുമായി നടക്കുന്നു. വനസമാനമായ അന്തരീക്ഷമാണ് റിസോർട്ടിൽ. ധാരാളം വൃക്ഷങ്ങൾ. ഇത്തരമൊരു ആംബിയൻസ് പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് ഏറെ ഇഷ്ടമാണ്. 5 മണി കഴിഞ്ഞപ്പോഴേക്കും തന്നെ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പ് വീണുകഴിഞ്ഞു. കരാട്ടു ഒരു ഹൈലാൻഡാണ്. അതിനാൽ തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെ. വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ലോഡ്ജ്. പക്ഷികളുടെ കൂജനം കേൾക്കുന്നുണ്ട്. വൃത്താകാരത്തിലുള്ള കെട്ടിടം റെസ്റ്റോറന്റ് ആണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഇതിവിടുത്തെ ബാറാണ്. ഇത്തരമൊരു വനകേന്ദ്രത്തിൽ പോലും ബാർ പ്രവർത്തിക്കുന്നു എന്നത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് അവർ താമസിക്കുന്നയിടത്ത് അല്പം മദ്യം ലഭ്യമായിരിക്കണം. അതവർക്ക് അത്യാവശ്യ കാര്യമാണ്. എന്നാൽ അവരൊന്നും മദ്യപിച്ച് അഴിഞ്ഞാടുകയില്ല എന്നത് വേറെ കാര്യം. ഇക്കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ്. വൈകിട്ട് അത്താഴം കഴിക്കാൻ ഇവിടെ വരണം. 7 മണി കഴിയുമ്പോഴേക്കും റെസ്റ്റോറന്റ് തുറക്കും. അപ്പോൾ വന്ന് അത്താഴം കഴിച്ചുകൊള്ളണമെന്നാണ് ജീവനക്കാരൻ പറഞ്ഞത്. ഇപ്പോൾ സമയം 5:45 ആവുന്നതേയുള്ളൂ. ഞാനിങ്ങനെ നടക്കുമ്പോൾ ചിന്തിക്കുന്നത് ഇത്തരമൊരു ലോഡ്ജിൽ പോലും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നതിനെക്കുറിച്ചാണ്. ടാൻസാനിയ ടൂറിസത്തിലൂടെ വലിയ വരുമാനമാണ് ഉണ്ടാക്കുന്നത്. ഇവരുടെ ദേശീയ വരുമാനത്തിന്റെ 13% ടൂറിസം മേഖലയുടെ സംഭാവനയാണ്. ഞാൻ ടാൻസാനിയയിൽ കണ്ട ഓരോ ചെറിയ റിസോർട്ടിൽ പോലും ബാറും മദ്യവുമുണ്ട്. ടൂറിസ്റ്റുകൾ മദ്യപിക്കാനായി ഇവിടെ വരുന്നു എന്നല്ല അതിനർത്ഥം. നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാംസ്കാരിക ചിന്തയാണത്. 12 വുഡൻ കോട്ടേജുകളും 2 സ്റ്റോൺ കോട്ടേജുകളും ഒരു വലിയ ബെഡ്റൂം യൂണിറ്റും ലോഡ്ജിലുണ്ട്. 4-ാം നമ്പർ കോട്ടേജാണ് അനുവദിച്ചിരിക്കുന്നത്. അവിടേക്കാണ് നടത്തം. വിശാലമായ ഒരു തൊടിയിൽ അങ്ങിങ്ങായാണ് ലോഡ്ജിന്റെ കോട്ടേജുകൾ. ഷാലറ്റുകൾ എന്നാണ് മരം കൊണ്ട് നിർമ്മിച്ച ഇത്തരം കോട്ടേജുകൾക്ക് പറയുക. വൃക്ഷസമൃദ്ധമായ ഒരു പ്രദേശത്ത് അകലം പാലിച്ച് നിലകൊള്ളുന്ന കോട്ടേജുകൾ. ഇത്തരം സ്ഥലങ്ങളിൽ ചെടികൾ വെട്ടിയൊരുക്കിയും ലോൺ പിടിപ്പിച്ചും പരിസരം മനോഹരമാക്കിയിടണമെന്നൊന്നുമില്ല. പ്രാകൃതമായ ഒരു ഫീലാണ് താമസക്കാർക്ക് നൽകേണ്ടത്. എന്റെ ബാഗുമായി ജീവനക്കാരൻ കോട്ടേജിനകത്തേക്കു കയറി. 6100 രൂപ ദിവസവാടക ലഭിക്കുന്ന ഒരു കോട്ടേജ് എത്ര ലളിതമായാണ് പണിതിരിക്കുന്നതെന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. മുളമിടഞ്ഞുണ്ടാക്കിയ മറയാണ് ഒരു ഭാഗത്ത്. 2 ഇരുമ്പ് കട്ടിലുകളാണ് മുറിയിലെ പ്രധാന ആഡംബരം. രാത്രിയിൽ കൊതുകിന്റെ ആക്രമണമുണ്ടാവുമെന്ന സൂചന നൽകിക്കൊണ്ട് കട്ടിലിനു ചുറ്റും കൊതുകുവല. ആഫ്രിക്കൻ ഗോത്രചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്ത ബെഡ്ഷീറ്റ്. പിന്നിൽ ഒരു ടോയ്ലറ്റും ഒരു ഷവർ റൂമുമുണ്ട്. അത് വളരെ സൗകര്യപ്രദമായ ഒരാശയമാണെന്ന് എനിക്ക് തോന്നി. 2 പേരുണ്ടെങ്കിൽ ഒരാൾ കുളിക്കുന്ന നേരത്ത് മറ്റേയാൾക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാം. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള വൃത്തിയുള്ള ഒരു കോട്ടേജ്. ഈ രാജ്യത്തേക്ക് വരുമാനമെത്തുന്നത് ഇവിടങ്ങളിലൂടെയൊക്കെ തന്നെയാണ്.
സവിശേഷ കാഴ്ചകളൊന്നുമില്ലാത്ത വെറുമൊരു ഗ്രാമത്തിലാണ് ഈ ലോഡ്ജ് എന്നോർക്കണം. കടൽ തീരത്തോ കായലരികത്തോ ഒന്നുമല്ല. ഗ്രാമത്തിലെ ഒരു പറമ്പിൽ കുറെ കോട്ടേജുകൾ പണിതുവച്ചിരിക്കുന്നു. എന്നിട്ടും ഇവിടെ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. കേരളത്തിൽ കുമരകമോ തേക്കടിയോ പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ റിസോർട്ടുകൾ പണിയാവൂ എന്നൊന്നുമില്ല. ടൂറിസ്റ്റ് സെന്ററുകൾക്ക് പുറത്തും അതാവാം. ഒരു കാർഷിക ഗ്രാമത്തിന്റെ ഫീൽ സഞ്ചാരികൾക്ക് നൽകിയാൽ മതി. ചിന്തകളിൽ മുഴുകി രാത്രിയാവുന്നതും കാത്ത് ഞാനിരുന്നു.